നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വാൽപ്പാറയിൽ വയോധികയുടെ കാൽ ചവിട്ടിയൊടിച്ച് കാട്ടാന. കൊടകരയിൽ പൊതുസ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാൾ ജനുവരി 29, 30, 31 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകരയിൽ കസേര തകർന്നു വീണ് ഒരാൾക്ക് പരിക്കേറ്റു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ വരാക്കര പുളിഞ്ചോട് വീട് തകർന്നു വീണു. വിശദമായ വാർത്തകളിലേക്ക്. വാൽപ്പാറയിൽ വയോധികയുടെ കാൽ ചവിട്ടിയൊടിച്ച് കാട്ടാന. ETR എസ്റ്റേറ്റിലെ തേയിലത്തോട്ട തൊഴിലാളി പെരിയസ്വാമിയുടെ ഭാര്യ അന്നലക്ഷ്മി എന്ന 67 വയസ്സുകാരിയുടെ കാലാണ് ആന ചവിട്ടിയൊടിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. അന്നലക്ഷ്മിയുടെ വീടിനോട് ചേർന്ന റേഷൻ കടയുടെ വാതിൽ തകർക്കുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ആനയുടെ ആക്രമണമുണ്ടായത്. ആന തുമ്പിക്കൈ കൊണ്ട് തട്ടിയിട്ട് കാല് ചവിട്ടിയൊടിക്കുകയായിരുന്നു. ഇതിനുശേഷം അയൽവാസികൾ ഇറങ്ങി ഒച്ച വച്ചതോടെ ആന പിൻവാങ്ങി. പരിക്കേറ്റ വയോധികയെ പ്രാഥമിക ചികിത്സ നൽകി കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർ ചികിത്സയ്ക്കായി പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. കുറച്ചു മാസങ്ങളായി വാൽപ്പാറയിലെ ജനവാസ മേഖലയിൽ ചുറ്റിത്തിരിയുന്ന ആനക്കൂട്ടം വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ മാസം അയ്യർപ്പാടി എസ്റ്റേറ്റിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ സ്കൂൾ കെട്ടിടവും റേഷൻ കടയും തകർന്നിരുന്നു. തുടർച്ചയായ കാട്ടാന ആക്രമണത്തിൽ ജനങ്ങൾ ഭീതിയിലാണ്. കൊടകരയിൽ പൊതുസ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ മരക്കമ്പനിക്ക് പരിസരത്തുള്ള കനാലിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. ഓട്ടോറിക്ഷ പേട്ടയും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഉള്ള സ്ഥലത്താണ് സാമൂഹ്യവിരുദ്ധർ ഇത്തരത്തിൽ മാലിന്യം തള്ളിയത്. അസഹ്യമായ ദുർഗന്ധമാണ് ഈ പ്രദേശത്തുള്ളത്. ഇത്തരത്തിൽ മാലിന്യം തള്ളിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കണമെന്നാണ് പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും ആവശ്യം. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാൾ ജനുവരി 29, 30, 31 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 29 ബുധനാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ അമൽ ആന്റണി മാളിയേക്കൽ കാർമ്മികനാകും. രൂപമെഴുന്നള്ളിച്ചുവയ്ക്കൽ, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. രാത്രി 11:30 മുതൽ അമ്പ് പ്രദക്ഷിണം ദേവാലയത്തിൽ പ്രവേശിക്കും. തിരുനാൾ ദിനമായ ജനുവരി 30 വ്യാഴാഴ്ച രാവിലെ 10:30 ആഘോഷമായ പാട്ടുകുർബാന ഫാദർ ബെന്നറ്റ് എടാട്ടുകാരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ വിപിൻ വേരൻ പിലാവ് തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 3:30 ഇടവകയിലെ വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി, പള്ളി ട്രസ്റ്റിമാരായ ലിജോ ജോർജ് ഉറുവത്ത്, വിപിൻ വർഗീസ് കൊളപ്രൻ, സപ്ലിമെന്റ് കൺവീനർ KO വർഗീസ്, ജോയിന്റ് സപ്ലിമെന്റ് കൺവീനർ ഷാജു മണ്ഡലി എന്നിവർ പങ്കെടുത്തു. അന്ന് കാലത്ത് 6 മണിക്കും 7:30 10:30 ഉച്ചതിരിഞ്ഞ് 3:30 ദിവ്യബലിയുണ്ട്. ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന 10:30 നടത്തപ്പെടുക. ഉച്ചതിരിഞ്ഞ് 3:30 കുർബാനയ്ക്ക് ശേഷം അമ്പപ്രദക്ഷിണമാണ്. ഒന്ന് നമുക്ക് പറയാവുന്നതുപോലെ 24 സെറ്റ് ബാൻഡ് സെറ്റ് മാത്രമാണ് പേരാമ്പ്ര പള്ളിയിൽ ഉണ്ടാവുള്ളൂ. മറ്റ് മേളങ്ങളില്ല. അത് പേരാമ്പ്ര പള്ളിയുടെ ഒരു പ്രത്യേകതയാണ്. 24 സെറ്റ് അത് ഒരുമിച്ച് കയറും. പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ അതുപോലെ തന്നെ 24 സെറ്റിൻ്റെ ചെറലയക്കൂടുകൾ, അതുമാതിരി തേര്, അതും കൂടി ഒരുമിച്ച് വരും. ആ ചെറലയക്കൂടുകൾ ഒരുമിച്ച് നിന്നുള്ളൊരു പ്രദർശനമുണ്ട്.
കൊടകരയിൽ കസേര തകർന്നു വീണ് ഒരാൾക്ക് പരിക്കേറ്റു. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സ്വകാര്യ പരിപാടിക്കിടയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഇരിക്കുന്നതിനിടയിൽ പ്ലാസ്റ്റിക് കസേര തകർന്നു വീഴുകയായിരുന്നു. ഇതിനെ തുടർന്ന് പരിക്കേറ്റയാളെ കൊടകരയിലെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി. ദിനംപ്രതി ചെറുതും വലുതുമായ നിരവധി പരിപാടികൾ നടക്കുന്ന കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെ കസേരകൾ കാലപ്പഴക്കം ചെന്നതാണെന്ന് ആക്ഷേപമുണ്ട്. പൊതുജനങ്ങളിൽ നിന്നും വാടക ഈടാക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ പുതിയ കസേരകളും സംവിധാനങ്ങളും ഒരുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഒരാൾ വന്നിരുന്നപ്പോഴേക്കും ഒടിഞ്ഞു വീണ അവസ്ഥയാണ്. കൃത്യമായിട്ട് വാടക കൊടുത്ത് സർക്കാരിൻ്റെ സ്ഥാപനമായ പഞ്ചായത്തിലെ ഇതുപോലെ സാധനങ്ങൾ സമയത്ത് മാറ്റുകയോ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്തം ആര് പറയുമായിരുന്നു? ഒരുപക്ഷെ സബ് ഇൻസ്പെക്ടറായ അദ്ദേഹം വീണ് തണ്ടൽ പൊട്ടുകയോ കാലൊടിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ആര് സമാധാനം പറയും? ഒരു പൊതുജനത്തിൻ്റെ പണം ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുമ്പോഴേ അതിന് ധാർമ്മികമായും നിയമപരമായ ഉത്തരവാദിത്തം പഞ്ചായത്തിനുണ്ട്. ആളെ ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അത്യാവശ്യം ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു. വേറെ ഫ്രാക്ചറോ മറ്റു കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അവരെ വിട്ടിരിക്കുകയാണ്. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 10-ന് ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുതറ CMF മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ നവീൻ ഊക്കൻ തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് 2:30-ക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും തിരുശേഷിപ്പ് വന്ദനവുമുണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ വരാക്കര പുളിഞ്ചോട് വീട് തകർന്നു വീണു. പുളിഞ്ചോട് കടുപ്പശ്ശേരി രഘുവിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം. കാലപ്പഴക്കം ചെന്ന വീടിന്റെ മേൽക്കൂര തകർന്ന് വീട്ടുപകരണങ്ങൾ നശിച്ചു. അപകട സമയത്ത് രഘു വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. രഘുവും ഭാര്യ രേവതിയും മകൻ രാഹുലുമാണ് വീട്ടിൽ താമസിക്കുന്നത്. വീട്ടുകാർ മാറി താമസിച്ചു. പഞ്ചായത്ത് അംഗം അശ്വതി, BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KB സന്ദീപ് എന്നിവർ വീട് സന്ദർശിച്ചു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ നടതുറപ്പ് പൊങ്കാല മഹോത്സവത്തിൽ ആയിരങ്ങൾ പൊങ്കാലയർപ്പിച്ചു. ചലച്ചിത്ര ബാലതാരം ദേവനന്ദ ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം മേൽശാന്തി രഞ്ജിത്ത് നീലകണ്ഠൻ നമ്പൂതിരി പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്ന് പൊങ്കാല സമർപ്പണത്തിന് തുടക്കം കുറിച്ചു. സിനിമാ നിർമ്മാതാവ് ശശി അയ്യഞ്ചിറ, ഖത്തർ ട്രേഡ് കമ്മീഷണർ ഡോക്ടർ KS കൊച്ചുമോൻ, ഗിരിജ അനന്തരാമൻ എന്നിവർ മുഖ്യാതിഥികളായി. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, ട്രഷറർ സജീവൻ പണിക്കപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കൊടകര സഹൃദയ കോളേജിൽ അന്തർദേശീയ സെമിനാർ നടത്തി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ IQACയുടെ സഹായത്തോടെ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ത്രൂ ബിസിനസ് ഇന്നോവേഷൻ എന്ന വിഷയത്തിൽ അന്തർദേശീയ സെമിനാർ നടത്തി. അമേരിക്കയിലെ പ്യുവർട്ടോറിക്കോ സർവകലാശാലയിലെയും ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് റീഡിംഗിലെയും പ്രൊഫസറായ ഡോക്ടർ ജസ്റ്റിൻ പോൾ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രബന്ധം അവതരിപ്പിച്ചു. ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡെൽമ തളിയൻ, എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതിൻ ബെനഡിക്ട് എന്നിവർ വിവിധ സെഷനുകളിൽ മുഖ്യപ്രബന്ധം അവതരിപ്പിച്ചു. ലൈഫ് ഫൈ ഫൗണ്ടേഷൻ മെമ്പറും ടെക്നിക്കൽ അധ്യാപകനുള്ള ദേശീയ അവാർഡ് ജേതാവുമായ പ്രൊഫസർ ഡോക്ടർ യശ്പാൽ സിംഗ് ഓൺലൈൻ സെഷനിൽ പ്രബന്ധം അവതരിപ്പിച്ചു. തുടർന്ന് വിവിധ കോളേജുകളിലെ അധ്യാപകരുടെയും ഗവേഷകരുടെയും പ്രബന്ധ അവതരണങ്ങൾ നടന്നു. സഹൃദയ കോളേജ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പാൾ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റവറൻ ആന്റോ വട്ടോലി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ തോമസ് VJ, ആർട്സ് വിഭാഗം ഡീൻ പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ് J, കൊമേഴ്സ് വിഭാഗം അസോസിയേറ്റ് HOD ഡോക്ടർ ഹന്ന ജോസഫ്, സെമിനാർ കോർഡിനേറ്റർ മിസ് ലിജി ജോർജ് എന്നിവർ ഉദ്ഘാടന സെഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരളത്തിലെ വിവിധ കോളേജുകളിലെ കൊമേഴ്സ് വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു. പരിയാരം സെന്റ് ജോർജ് പള്ളിയിലെ അമ്പുതിരുനാളുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് 3 പേർക്ക് പരിക്കേറ്റു. പരിയാരം സെന്റ് ജോർജ് പള്ളിയിലെ അമ്പുതിരുനാളുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിലാണ് 3 പേർക്ക് പരിക്കേറ്റത്. സംഭവത്തിൽ 8 പേർക്കെതിരെ ചാലക്കുടി പോലീസ് കേസെടുത്തു. 6 പേരെ പോലീസ് പിടികൂടി.
ചാലക്കുടി സ്വദേശി കളക്കാട്ടുകാരൻ വീട്ടിൽ അമർ മാലിക്, എലിഞ്ഞിപ്ര പൂക്കോള വീട്ടിൽ ജോയൽ, കൂടപ്പുഴ പാറയിൽ വീട്ടിൽ ആദിത്യൻ എന്നിവർക്കാണ് പരിക്ക്. കത്തികൊണ്ട് കുത്തേറ്റ അമർ മാലിക് അപ്പോളോ ആശുപത്രിയിലും ജോയൽ ആലുവ രാജഗിരി ആശുപത്രിയിലും ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പരിയാരം സ്വദേശി അറക്കൽ വീട്ടിൽ മാർട്ടിൻ, കനകമല ഇരിങ്ങാമ്പിള്ളി അഖിൽ, പരിയാരം പാലാട്ടി ഷെറിൻ, വെള്ളാഞ്ചിറ വാളിയങ്കൽ വീട്ടിൽ ഡെനീഷ്, കിഴക്കേപ്പോട്ട കളപ്പറമ്പിൽ വീട്ടിൽ ലിൻഡോ, പരിയാരം തെക്കിനിയത്ത് വീട്ടിൽ മെബിൻ എന്നിവരെ ചാലക്കുടി SHO MK സജീവും സംഘവും ചേർന്ന് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ സഞ്ചരിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 7540 രൂപ, പവന് 60,320 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. വാൽപ്പാറയിൽ വയോധികയുടെ കാൽ ചവിട്ടിയൊടിച്ച് കാട്ടാന. കൊടകരയിൽ പൊതുസ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാൾ ജനുവരി 29, 30, 31 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകരയിൽ കസേര തകർന്നു വീണ് ഒരാൾക്ക് പരിക്കേറ്റു. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ വരാക്കര പുളിഞ്ചോട് വീട് തകർന്നു വീണു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.